At any point, you can interrupt me. Okay. For the program, first program is load. It is known to you. Why? Because if you listen to my question clearly, clear, already listen, nothing to worry about this program. You can selfly write these programs. Let's see that. So load an 8-bit number. 8-bit number in C register and transfer it to location say ഞാനിവിടെ പറഞ്ഞു എക്സ് എന്ത് ചെയ്യുന്നു 50 ഇടുന്നു. അപ്പൊ നിങ്ങൾ XX എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കിറ്റിനനുസരിച്ച് മാറും. അപ്പൊ നിങ്ങൾ തൽക്കാലം കൂടുതൽ കിറ്റ് ഉള്ളത് 20 വെച്ചിട്ടുള്ള കിറ്റാണ്. 2050 എന്ന് എഴുതിക്കോളും. അപ്പൊ നോട്ട് ചെയ്യുക, XX എന്ന് എഴുതുന്നത് എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ കിറ്റ്, ദിസ് XX വിൽ വാരി. നമ്മുടെ ലാബില് 20 സ്റ്റാർട്ട് ചെയ്യുന്ന കിറ്റ് ഉണ്ട്. ആ 20 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കിറ്റ് നമുക്ക് 20 തൊട്ട് 200 തൊട്ട് 7FF വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് യൂസർ ഏരിയ. ചില കിറ്റിൽ നമുക്ക് 4100 തൊട്ട് 5FF വരെ യൂസ് ചെയ്യുന്ന കിറ്റുകളുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ലാബിൽ വരുന്ന സമയത്ത് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോഗ്രാം. ഇതെങ്ങനെ ചെയ്യാം? ലോഡ് ആൻ 8-bit നമ്പർ ഇൻ C രജിസ്റ്റർ. C രജിസ്റ്ററിലേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ലാബില് ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഴയ റെക്കോർഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്രോഗ്രാം ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എല്ലാം കൂടെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് പിന്നെ ആൻസേഴ്സ് എന്നുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്നൊക്കെ എഴുതിയിട്ട് പ്രോഗ്രാംസ് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാം. എന്നിട്ട് പ്രോഗ്രാം ജസ്റ്റ് സൈഡ് ഹെഡിങ് എഴുതിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ന്യൂമോണിക്സ് എന്ന് എഴുതാം. ന്യൂമോണിക്സ് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? കമന്റ് എഴുതണം. കമന്റ് ന്യൂമോണിക്സിന് മുമ്പ് എന്ത് കാണും? ലാബൽ ഉണ്ടാവും. പിന്നെന്ത് വേണം? മെമ്മറി അഡ്രസ്. memory address. Clear? Memory address. Machine code. ഞാൻ ഷോർട്ടായി എന്ന പോലെ നിങ്ങൾ എഴുതേണ്ട മെഷീൻ കോഡ്. ഓക്കെ, ലേബൽ ഒരു കോളമായിട്ട് വരയ്ക്കണം. ഈ ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മൂവ് ആൻഡ് ലോഡ് ആൻ 8-bit നമ്പർ ഇൻ C രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ലൊക്കേഷൻ 2050. അപ്പൊ നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്ന എവിടെയാണ്? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. പ്ലീസ് റെസ്പോണ്ട്. വേർ വി ആർ സേവിങ് ദ ഡാറ്റ? സിയിൽ ഡാറ്റ ഇനീഷ്യലി ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡാറ്റ ലോഡ് ചെയ്യണം. എന്നിട്ട് ആ ഡാറ്റ എങ്ങോട്ടേക്ക് സേവ് ചെയ്യണം? 2050 സേവ് ചെയ്യണം. അപ്പൊ 2050 നിങ്ങൾ മെഷീൻ കോഡ് സേവ് ചെയ്യാൻ പറ്റുമോ? ഈ പ്രോഗ്രാമിന്റെ നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാമിന്റെ മെഷീൻ കോഡ് ഏത് ലൊക്കേഷൻ തൊട്ട് സേവ് ചെയ്യാം? ഞാനൊരു ക്ലിയർ ആണ്. അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഫ്രം വിച്ച് മെമ്മറി ലൊക്കേഷൻ ഓൺവേർഡ്സ് വി നീഡ് ടു സേവ് ദ മെഷീൻ കോഡ് ഓഫ് ദ പ്രോഗ്രാം. ക്ലിയർ? അപ്പൊ അതെന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഡാറ്റ യൂസ് ചെയ്യുന്ന ലൊക്കേഷൻ ആവാൻ പാടില്ല. സോ യു ക്യാൻ യൂസ് 2000 clear up to 2049 means not 49 4EF you can use, and after 2051 onward you can use, but don't use this location 2050. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളെ മെഷീൻ കോഡിന്റെ ലൊക്കേഷനും ഡാറ്റയും
എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഡാറ്റയും നമ്മൾ കൊണ്ടുപോകുന്ന ഡാറ്റയുടെ ഈ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഓവർ റൈറ്റ് ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രോഗ്രാം റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്രോഗ്രാം എഴുതി നോക്കാം അല്ലേ, തുടങ്ങാം. നിമോണിക്സ്. എന്താണ് നിമോണിക്സ്? ആദ്യം എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ലോഡ് ആൻ 8-bit നമ്പർ ഇൻ സി രജിസ്റ്റർ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പിന്നെന്താന്ന് റിപ്ലൈ വരാത്ത? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യും. ഓക്കെ, ലോഡ് ആൻ 8-bit നമ്പർ ഇൻ സി രജിസ്റ്റർ എങ്ങനെ ചെയ്യാം? MVI C, any number, say 08H. ഇവിടെ കമാൻഡ് എഴുതാം. കമാൻഡ് എഴുതുമ്പോൾ എന്ത് വേണം? സെമി കോളൻ ഇടണം. എന്നിട്ട് എന്താണോ ഇത് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് അത് എഴുതി വെക്കുക. ചിലർക്ക് എന്ത് ചെയ്യാം? ലോഡ് അങ്ങനെ ഫുള്ളായിട്ട് എഴുതാം. ലോഡ് 08H into C register അങ്ങനെ ഫുള്ളായിട്ട് എഴുതാം. നത്തിങ് ടു വറി. ക്ലിയർ? അത് ഫുള്ളായിട്ട് അങ്ങ് എഴുതാം. into C register. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 08 is moved into C register. അങ്ങനെയും എഴുതാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുറെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കുന്ന എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്തൊന്നും മനസ്സിലാക്കണമെങ്കിൽ എന്ത് കമാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം, ദാറ്റ് കമാൻഡ് യു ക്യാൻ പ്രൊവൈഡ് ഓവർ ഹിയർ. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ഗുഡ് ഡോക്യുമെന്റേഷൻ. ക്ലിയർ? ജസ്റ്റ് ഫോർ ഗുഡ് ഡോക്യുമെന്റേഷൻ. ദാറ്റ്സ് ഓൾ. ക്ലിയർ? അപ്പൊ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ വേണ്ടത്? ഈ നമ്പറിന് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ടു ലൊക്കേഷൻ 2050. അപ്പൊ സിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 2050ലേക്ക് ഏതെങ്കിലും നമ്പർ സേവ് ചെയ്യാൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഇതുവരെ നമ്മൾ പഠിച്ചോ? ദർ ഈസ് നോ സച്ച് ഇൻസ്ട്രക്ഷൻ. ഇന്റേണൽ രജിസ്റ്റേഴ്സ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ല. Instead, that is possible only through accumulator. That data you need to move into which register? Accumulator. അപ്പൊ accumulator നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? this number you can save into which means you can move into which location? Accumulator. Accumulatorലേക്ക് സേവ് ചെയ്യാം. How to transfer the content of C register into accumulator? Move ഈ സി രജിസ്റ്ററിലുള്ള കണ്ടന്റ് എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യണം? മൂവ് ഡെസ്റ്റിനേഷൻ സോഴ്സ് A, C. ക്ലിയർ? അക്യുമുലേറ്ററിലുള്ള സി രജിസ്റ്ററിലുള്ള കണ്ടന്റ് എന്ത് ചെയ്തു? അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ കമാൻഡ് എഴുതാം. ഇവിടെ ലാബിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡബിൾ കോളൻ ഇട്ടിട്ട് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട. നത്തിങ് ടു വറി. സ്റ്റാർട്ട് എന്ന് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ? സ്റ്റാർട്ടിംഗ് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഇൻഡിക്കേറ്റ് സ്റ്റാർട്ടിംഗ് ഓഫ് ദ പ്രോഗ്രാം. A, C. എന്താ ചെയ്യുന്നത്? സിയിലുള്ള കണ്ടന്റ്, the content of C register is moved into accumulator. Clear? Next എന്താ ചെയ്യേണ്ടത്? accumulate. Once the data is reached in accumulator by means of STA instruction, what you can do? You can transfer that into which location? 2050. Clear? 2050. How? STA 2050H. STA 2050H. So once this instruction is executed, whatever be the content of accumulator, that is transferred to location 2050H. What is this instruction is doing? What this instruction is doing? Content of accumulator is moved into location 2050H. Clear? Then last instruction of all 8085 instruction is program is
halt, HLT, stopping. Here, halt or stop. Here also, if needed, you can do. Okay. So what is the next step? Once you return this program, next you need to convert this into machine code. How? For that you can use what? You can use what? You can use what? Opcode sheet. Say our starting address is, we are assuming that the starting address is 2000. That is from 2000 H onwards, you are saving the program. Clear? So for what is the opcode of MVA C,08? So you can use machine opcode sheet. Clear? You can use opcode sheet. Since it will take some time during class times, I am entering this program into this simulator. So please tell me the instruction one by one, which is written over there. എന്തായിരുന്നു ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ? പറഞ്ഞോളൂ. നിങ്ങൾ എത്രമാത്രം സ്പീഡിൽ പറയുന്നു അത്രമാത്രം സ്പീഡിൽ ടൈപ്പ് ചെയ്യും. MVI C,08. Then H I am typing. Then MOV A,C. Move. MOV എന്ന് പറഞ്ഞേക്കാൻ നല്ല move എന്ന് പറഞ്ഞു പഠിക്കുക കേട്ടോ. Move A,C. Content of C register is moved into accumulator. Then storing that content of accumulator into 2050. Clear? Then halt. So these are the instructions. അപ്പം ഇത് നിങ്ങൾ എഴുതിക്കോളൂ. അസംബിൾ. ഇതേ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ? 2000 നിങ്ങൾ എന്ത് എഴുതണം? 2000 എന്ത് എഴുതണം? This one you need to write 0E. 0E. Okay. Okay. 0E എഴുതാം. ക്ലിയർ. 2001 നമ്മൾ എന്ത് ചെയ്യണ്ട? ഇതേ രീതിയിൽ എഴുതണ്ട. ഞാൻ പറയുന്ന രീതിയിൽ കോമ ഇടാം. That comma indicate next location. 2001 എന്താ ഇവിടെ വരുന്നത് നോക്കിയിട്ട് 08. 08 is our data. Clear? അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എത്ര ബൈറ്റ് ഉണ്ട്? That is 2 byte instruction 08. So what is the next location? 2000 നമ്മൾ എന്ത് സേവ് ചെയ്യും? 0E സേവ് ചെയ്യും. അടുത്ത ലൊക്കേഷനിൽ നമ്മൾ എന്ത് സേവ് ചെയ്യും? 08 സേവ് ചെയ്യും. What we save in next location, or what is the next location for move A,C? That is 2000, 2001, 2002. 2002. Clear? So in 2002, what is the opcode corresponding to move A,C? 79. Kandille? 79. So it is a 1 byte instruction. It requires only one memory location, or the machine code size is 1 byte long. What is the address corresponding to STA to C? Instruction നമ്മൾ എവിടെ സേവ് ചെയ്യുന്നത്? STA. It is saved in next location 2003. ആണല്ലോ, 2003 ലാണ് സേവ് ചെയ്യുന്നത്. What is the opcode corresponding to STA? It is 32. ഇതെല്ലാം നിങ്ങൾക്ക് opcode ഷീറ്റ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. Then what will come? You need to write LSB address, that is 50. Then you need to write what? MSB address 20. So in order to save this instruction, it requires 3 consecutive locations. So it is a 3 byte instruction. Okay. Then for halt, the location is 203, 204, 205, 206. Halt we will save in location 2006. That opcode is 76. The convert is clear ആണല്ലോ? Yes or no? Yes sir. Yes sir. Okay. അപ്പോൾ ഇതേ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. എവിടെ? ലാബിലും ന്യൂമോണിക്സും തമ്മിൽ എന്ത് ചെയ്യണം? ഡബിൾ കോളൻ വേണം. കമാൻഡ് എഴുതുന്ന സമയത്ത് ഈ സെമി കോളനും വേണം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എഴുതിയ പോലെ വൃത്തിയില്ലാതെ എഴുതരുത്. സ്കെയിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നീറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, കംപ്ലീറ്റ് ദിസ് വൺ.
എന്നിട്ട് എന്ത് വേണം, നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ഡാറ്റ എന്ന് എഴുതാം. ക്ലിയർ? ഡാറ്റ. സി രജിസ്റ്ററിൽ എന്താണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്? കണ്ടന്റ് ഓഫ് സി രജിസ്റ്റർ എന്താണ്? 08. ഔട്ട്പുട്ട് എന്താണ്? കണ്ടന്റ് ഓഫ് 2050. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മെമ്മറി അസംബിൾ ചെയ്തിട്ടുണ്ടല്ലോ. മെമ്മറി എന്താണ്? 2050. ഇനീഷ്യലി നമുക്ക് അറിയില്ല റിസൾട്ട് എന്താണ്. 00 ഞാൻ സേവ് ചെയ്യാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2050 എന്ത് വരണം? What need to come after execution of this program in 2050? 2050 ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ എന്താ വരണ്ടേ? 08 വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, ജസ്റ്റ് റൺ ആൾ അറ്റ് എ ടൈം ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. വന്നു. ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ കിറ്റ് വെച്ചും ചെയ്യണം. ദാറ്റ്സ് ദ ടാസ്ക്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ കണ്ടില്ലേ 08 വന്നത്? Yes, sir. Okay. So you can practice from your home also if you can have system and the simulator. Okay. So next program is please write down. I will tell that one. Please note this one. I am not writing it over here. The question is copy a number stored in location 2050 to next location. Copy a number which is stored in location 2050h to next location. Copy a number which is stored in location 2050h into next location. എഴുതിയോ? Yes, sir. ഓക്കെ. രണ്ടാമത്തെ പ്രോഗ്രാം. ഇപ്പൊ 2050 ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് വരയ്ക്കാം. 2050 എന്തുണ്ട്? 2050 we can have data. എന്താ ഒരു ഡാറ്റ? എന്താ ഡാറ്റ വേണ്ടേ? 2050 എന്താ ഡാറ്റ വേണ്ടേ? Say 15h. So after execution of one program 2051 എന്ത് വേണം? ഈ സെയിം ഡാറ്റ വേണം. ക്ലിയർ? 15 വരണം. So what is the program? ആദ്യം എന്ത് ചെയ്യാം, നമുക്കൊരു ലൊക്കേഷൻ എടുത്ത് ആ ലൊക്കേഷനിലേക്ക് അത് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ? There is no instruction. ഇപ്പൊ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? യു നീഡ് ടു ടേക്ക് ദിസ് ഡാറ്റ വിച്ച് ഈസ് അവൈലബിൾ ഇൻ 2050 ഇൻ ടു അക്യുമുലേറ്റർ. എന്നിട്ട് എന്ത് ചെയ്യാം? അക്യുമുലേറ്ററിൽ വന്നിരിക്കുന്ന ഡാറ്റ ഇങ്ങോട്ടേക്ക് സേവ് ചെയ്യാം. ദാറ്റ് ഈസ് ദ വേ ഇൻ ഓർഡർ ടു കോപ്പി ദ കണ്ടന്റ് ഓഫ് വൺ മെമ്മറി ലൊക്കേഷൻ ടു അഡ്ജസന്റ് ലൊക്കേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ പ്രോസസ്? ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യത്തെ ലൊക്കേഷനിലുള്ള കണ്ടന്റ് എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിൽ സേവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യണം. ലെറ്റ്സ് സീ. So what is the first thing? What is the instruction required in order to save the content of 2050 into accumulator? You can use memory pointer. For initial case നിങ്ങൾ memory pointer വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? LDA യൂസ് ചെയ്യാം. You can use LDA. ക്ലിയർ? ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാർട്ട് കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ. മെമ്മറി അഡ്രസ് ഞാൻ ഇവിടെ ഈ പാർട്ട് മാത്രമേ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും പാർട്ട് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ. എന്താണ് 2050 കണ്ടന്റ് അക്യുമുലേറ്ററിൽ എങ്ങനെ കൊണ്ടുവരും? LDA എന്താണ്? LDA 2050 കമന്റ് എഴുതിക്കോളൂ. കണ്ടന്റ് ഓഫ് 2050 ഈസ് മൂവ്ഡ് ഇൻ ടു അക്യുമുലേറ്റർ. ഇതിങ്ങനെ മനസ്സിലാക്കാത്തവരെന്ത് ചെയ്യുക? കണ്ടന്റ് ഓഫ് 2050 ഈസ് ലോഡഡ് ഇൻ ടു അക്യുമുലേറ്റർ. അങ്ങനെ വേർഡിൽ അങ്ങ് എഴുതിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? വൺസ് ദ ഡാറ്റ ഈസ് റീച്ച്ഡ് ഇൻ അക്യുമുലേറ്റർ യു ക്യാൻ യൂസ് STA അല്ലെ? STA 2051. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2050 എന്ത് ഡാറ്റ ഉണ്ടോ that is saved into which location? Adjacent location. So
content of accumulator is saved into 2051. The last instruction is halt. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദിസ് ഈസ് വെരി സിമ്പിൾ പ്രോഗ്രാം. എന്താ ഡൗട്ട് ഉണ്ടോ അതില്ല? ഡൗട്ട് ഇല്ല സർ. This is very simple program. Okay. So next problem, next question എഴുതിക്കോളൂ. Third program. Next third program എഴുതിക്കോളണം. Interchange the content of 2050 and 2051. Interchange the content of 2050 and 2051. എഴുതിയോ? Interchange the content of 2050. ഈ 20 എന്നുള്ളത് മാറും കേട്ടോ. നിങ്ങൾ കിറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് കോഡ് മാറ്റിക്കൊള്ളണം. Interchange the content of 2050 and 2051. അതിലെ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഓക്കെ, ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലോജിക് എന്തായിരിക്കും? You can have one memory location 2050. Say in that the content is EFF, and 2051 say the content is 01. So after execution of this program, what happened? 2050 എന്ത് വേണം? 01 വേണം. 2051 എന്ത് വേണം? FF വേണം. എന്താ ലോജിക്ക്? ലോജിക്ക് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ ലോജിക്ക്? ചുമ്മാ അങ്ങനെ പ്രോഗ്രാം പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളോ കൂടെ എന്ത് ചെയ്യാൻ ഇൻവോൾവ് ആവാം. എന്തായിരിക്കും ആദ്യത്തെ ലോജിക്ക്? എന്തായിരിക്കും ആദ്യത്തെ നമ്പർ? എന്ത് ചെയ്യണം? എന്തായിരിക്കും ഇതിന്റെ ലോജിക്ക്? ഫസ്റ്റ് അക്യുമുലേറ്ററിലോട്ട് എടുത്തിട്ട് പിന്നെ വേറെ സ്റ്റോർ ചെയ്ത് വേറെ ലൊക്കേഷനിലേക്കോ സി റേസിലേക്കോ ഡി റേസ് ഏതെങ്കിലും റേസിലേക്ക് ആദ്യത്തെ നമ്പർ സേവ് ചെയ്യാം. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അറിയത്തില്ല. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അക്യുമുലേറ്റർ വഴി സി റേസിലേക്കോ ഡി റേസിലേക്കോ സേവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യത്തെ നമ്പർ ഓൾറെഡി എവിടെങ്കിലും ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലോട്ട് സെക്കൻഡ് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നേരെ സേവ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ. അപ്പൊ ആദ്യം എന്താണ്? ലാബൽ. കുറച്ച് സ്പേസ് അവിടെ വിട്ടതിന് ശേഷം ലാബിൽ കാര്യങ്ങൾ എഴുതുക കേട്ടോ. ലാബൽ ന്യൂമോണിക്സ് പിന്നെന്താണ്? കമന്റ്. അപ്പോ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. നമ്മൾ ലാബ് തുടങ്ങുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ലാബ് തുടങ്ങുന്നതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് തലേ ദിവസമോ ലാബിൽ വരുന്ന എക്സ്പെരിമെന്റ് എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് എക്സ്ട്രാ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം മാത്രം ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ രണ്ട് ബാച്ചും കൂടെ എന്ത് ചെയ്യും? ഒരു ടൈം കണ്ടെത്തിയിട്ട് ഒരു വൺ അവറോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറോ ആ പ്രോഗ്രാം മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ലാബിൽ എന്ത് ചെയ്യാം? കൺസേൺ എക്സ്പെരിമെന്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഡൗട്ട്. അപ്പൊ നിങ്ങൾ റെപ്പുമാര് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഉള്ളവർ വന്നാൽ മതിയായിട്ട്. അറ്റൻഡൻസ് ഒന്നുമില്ല. രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, റെപ്പുമാരെന്ത് ചെയ്യാം? അതൊന്ന് ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം കേട്ടാ. ലാബൽ നിമോണിക്സ് കമന്റ്. ആദ്യം എന്ത് ചെയ്യണം? ഐ നീഡ് ടു ടേക്ക് ദ കണ്ടന്റ് ഓഫ് 2050 ഇൻ ടു അക്യുമുലേറ്റർ. അതെങ്ങനെയാണ്? LDA 2050 എന്ത് ചെയ്യും? 2050 കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ? പിന്നെ ഇവിടെ ഇതൊക്കെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുക. നമ്മളെല്ലാ പ്രോഗ്രാമും നമ്മൾ എന്ത് ചെയ്യുന്നു? കിറ്റ് ഓഫ് ആയിട്ടില്ലെങ്കിൽ ആ പ്രോഗ്രാം ഒക്കെ അവിടെ തന്നെ കാണും. കാരണം ഇത് റാമിലാണ് ഈ പ്രോഗ്രാം ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കിറ്റ് ഓഫ് ആയോ അതെല്ലാം പോകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ പ്രോഗ്രാമിന് ഒരു ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാം. അതിന്റെ ഡാറ്റ വേറെ സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫസ്റ്റ് പ്രോഗ്രാമിന് ഞാൻ ലൊക്കേഷൻ എന്ത് ചെയ്തു? 2000 ചൂസ് ചെയ്തു. നെക്സ്റ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അടുത്ത ലൊക്കേഷൻ അല്ലെങ്കിൽ 2050 നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. 2100 ഇതിനെന്ത് ചെയ്യാം? സേവ് ചെയ്യാം. 2100.
എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് 2150 ആക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സാറന്മാരെ കാണിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓരോന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവിടെ ഓവർ റൈറ്റ് ആവുമല്ലോ. അടുത്ത പ്രോഗ്രാം എഴുതുന്ന സമയത്ത് 2050 എന്ത് ചെയ്യണം, ഓവർ റൈറ്റ് ആയി പോവാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാം, 2151 ആയി കൊടുക്കുക. ക്ലിയർ? അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്യാം കേട്ടോ. 2050 എന്നെല്ലാം മാറ്റാതെ 2151 ആയിക്കോളും. അടുത്തത് ഇവിടെ എന്താണ്, 2150 2250 എന്നാക്കാം. 2250 2251 നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വിത്തൗട്ട് മീൻസ് ഓവർ റൈറ്റിംഗ് ദ ഡാറ്റ യു ക്യാൻ മീൻസ് എൻ്റർ ഓൾ ദ പ്രോഗ്രാം ആൻഡ് ഷോ ദ റിസൾട്ട്. ക്ലിയർ? ഫൈനലി അങ്ങനെയും ചെയ്യാം. നിങ്ങൾ വെരിഫൈ ചെയ്യണം ഫസ്റ്റത്തെ ആൻസർ കിട്ടുന്നുണ്ടോ എങ്കിൽ എന്ത് ചെയ്യുക, അടുത്തത് ചെയ്യുക. അടുത്തത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ, അടുത്തത് ചെയ്യുക. ക്ലിയർ? ലാസ്റ്റ് എല്ലാം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, ഫസ്റ്റത്തിന്റെ റിസൾട്ട് കാണിക്കുക, സെക്കൻഡ് റിസൾട്ട് കാണിക്കുക, തേർഡ് റിസൾട്ട് കാണിക്കുക, വെരിഫൈ ചെയ്യാം. ഗോട്ട് മൈ പോയിന്റ്? വെദർ യു ഗോട്ട് മൈ പോയിന്റ്? Yes, sir. Yes, sir. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കൺസേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അതനുസരിച്ച് മാറ്റുക. 22 ഇതെന്തായിരിക്കും, 2251 ആക്കാം. 2250 ആൻഡ് 2251. ഇതോടുകൂടെ നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ പറയുന്ന എന്തായാലും ഫ്രൈഡേക്ക് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. പക്ഷെ ലാബ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫൈഡ് ടൈം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ വന്നിട്ട് ആ ഡൗട്ട് ക്ലിയറൻസ്, ആ പ്രോഗ്രാമിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം അങ്ങനെയാണ് നമുക്ക് വെറുതെ ലാബിൽ വന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. സോ LDA 2050 അല്ല 2250. കണ്ടന്റ് ഓഫ് 2250 ഈസ് മൂവ്ഡ് ഇൻ ടു അക്യുമുലേറ്റർ. അതിനെന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യാം അല്ലെ. മൂവ് സേ എനി രജിസ്റ്റർ, സേ ഡി രജിസ്റ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ ഈസ് നൗ അവൈലബിൾ ഇൻ ഡി രജിസ്റ്റർ ആണല്ലോ. കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് സേവ്ഡ് ഇൻ ടു ഡി രജിസ്റ്റർ. ക്ലിയർ? കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് സേവ്ഡ് ഇൻ ടു ഡി രജിസ്റ്റർ. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, we can take the second number into accumulator, LDA 2251. ഇത് എങ്ങോട്ടേക്ക് സേവ് ചെയ്യാം നമുക്ക്, അക്യുമുലേറ്ററിലോട്ട്. അക്യുമുലേറ്ററിലേക്ക് വന്നു. സെക്കൻഡ് നമ്പർ അക്യുമുലേറ്ററിലേക്ക് വന്നു. ഇനി എന്താ ചെയ്യണ്ടേ, 2250 സ്റ്റോർ ചെയ്യാം. 51 കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് വന്നു. ഇവിടെ ഞാൻ കമന്റിന്റെ സെമികോളൻ ഇടാൻ വിട്ടു. ഓക്കെ. അപ്പൊ അടുത്ത എന്താണ് ചെയ്യേണ്ടത്, we need to save the second number, content of second number. What is second number? 01 അല്ലേ. അതിപ്പോ എവിടെയുള്ളത്, 01 is available as the content of accumulator. That I am going to save in location 2250. Okay, let's see how to do that one by means of instruction STA 2250H. Clear? 2250H. Then second number, sorry, first number is available in D register. That I need to save into which location? 2251 സേവ് ചെയ്യണം. അതെങ്ങനെ സേവ് ചെയ്യും, നമുക്ക് അക്യുമുലേറ്ററിലേക്ക് ആ നമ്പർ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരും, ഫസ്റ്റ് നമ്പർ ഇപ്പൊ എവിടെയുള്ളത്, ഡി രജിസ്റ്ററിലാണ് ഉള്ളത്. ആ ഡി രജിസ്റ്ററിലുള്ള നമ്പർ അക്യുമുലേറ്റർ കൊണ്ടുവന്നാലോ നമുക്ക് ST യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ കൊണ്ടുവരും അക്യുമുലേറ്ററിലേക്ക്? Again we can use move A, then move A, D. അറിയാലോ, ഡി രജിസ്റ്ററിലുള്ള കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. Then STA 2251 അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് 2251 പോകുന്നു. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളായി ഇന്റർചേഞ്ച് ആയി അല്ലേ. ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്തു, ആദ്യത്തെ നമ്പർ വന്നു, സെക്കൻഡ് നമ്പർ വന്നു. രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് ഫസ്റ്റ് നമ്പർ വന്നു. As process is completed, we can use halt. Stop. Clear? സമയം കഴിഞ്ഞില്ലേ? Yes, sir. Okay, let's stop here. Any doubt in this program? Yes, sir. Okay.
So let's see tomorrow. So please enter your attendance. അല്ലെങ്കിൽ ഈ അറ്റൻഡൻസ് മതി അല്ലേ? നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും പറഞ്ഞായിരുന്നോ?